വാർത്തയാണ്. പാലക്കാട് നഗരസഭ ബി.ജെ.പിക്ക് നഷ്ടമാകുന്നു. അങ്ങനെ നഷ്ടമാകുന്ന തരത്തിലേക്ക് ബി.ജെ.പിയിൽ തന്നെ ഉൾപ്പിരിവുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കാൻ മുതിർന്ന നേതാക്കളടക്കം തയ്യാറാകുന്നില്ല. ഇപ്പോൾ 6 കൗൺസിലർമാരെങ്കിലും രാജ്യസന്നദ്ധത അറിയിക്കുന്നു. അവിടേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു. സന്ദീപ് വാര്യർ അവിടെ നിന്നും കൗൺസിലർമാരെ UDF-ലേക്ക് വലിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ഏതാണ്ട് വിജയിക്കുന്ന മട്ടിൽ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അസംതൃപ്തരുടെ യോഗം അവിടെ യാക്കരയിൽ നടക്കുമ്പോൾ അതിൽ 100-ലധികം പേർ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം VS രഞ്ജിത്ത് കൂടി. രഞ്ജിത്ത്, എന്താണ് ബി.ജെ.പിയിൽ സംഭവിക്കുന്നത്? ബി.ജെ.പി എല്ലാ കാലത്തും അവിടെ ശക്തി കേന്ദ്രമായി പറയുന്ന പാലക്കാട് അവിടെ അടിപതറുകയാണോ? ഒരു നേതൃമാറ്റം ഉണ്ടാക്കുമ്പോഴേക്കും അടിപടലം വീഴുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ആദ്യത്തെ കാര്യം, പാലക്കാട് ഒരു അപ്രതീക്ഷിത നീക്കമാണ് സംഭവിച്ചിട്ടുള്ളത്. യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനെ അദ്ദേഹം യുവമോർച്ചയിൽ തന്നെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്കൊക്കെ വരും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയുടെ അധ്യക്ഷനായി അദ്ദേഹത്തെ ഏൽപ്പിക്കും എന്നുള്ള കാര്യം വളരെ അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു. കാരണം നമുക്കറിയാം, പാലക്കാട് പല പേരുകൾ പാലക്കാട് നഗര ജില്ലയിലുണ്ടായിരുന്നു. അതിലിപ്പോൾ സി മധു ഉണ്ടായിരുന്നു, ഓമനക്കുട്ടൻ ഉണ്ടായിരുന്നു, സ്മിതേഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഭാഗീയതയൊക്കെ ഉയർത്തുന്ന ശോഭാ സുരേന്ദ്രൻ വിഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പാലക്കാട് നഗരസഭയിലുള്ള കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗത്തിൻ്റെയൊക്കെ നേതാവായി സ്മിതേഷിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. കൃഷ്ണകുമാറിൻ്റെ വിഭാഗത്ത് തന്നെ സി മധുവിനെ പോലെ, ഓമനക്കുട്ടനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പേര് കേട്ടിരുന്നു. ഇവരെയൊക്കെ വെട്ടിക്കൊണ്ടാണ് ഈ മത്സരത്തിൽ പോലും പേരുണ്ടാവാതിരുന്ന യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലക്കാട്ടെ സമരമുഖങ്ങളിലൊക്കെ സജീവമാണ്, ചാനൽ ചർച്ചകളിലൊക്കെ സജീവമാണ്, പാലക്കാട്ടെ യുവമുഖമാണ്. അതൊക്കെ അദ്ദേഹത്തിന് അനുകൂല ഘടകമാണെങ്കിൽ കൂടി ഈ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ വെട്ടുന്നു എന്നുള്ളതിൽ കൃഷ്ണകുമാർ വിഭാഗത്തിന് അകത്ത് പോലും ഒരു പക്ഷേ എതിർപ്പുണ്ടായേക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് പാലക്കാട് നഗരസഭയിൽ വളരെ സ്വാധീനമുള്ള ഈ കൗൺസിലർമാർ ഉൾപ്പെടുന്ന, പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന പ്രമീള ശശിധരൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം, അവരുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ പാലക്കാട് ദേശീയ സമിതി അംഗം ശിവരാമൻ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം അവിടെ എതിർപ്പ് കൃഷ്ണകുമാർ വിഭാഗത്തിനെതിരെയുണ്ട്. അപ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമാവാനുള്ള സാധ്യത കുറവാണ്. ദേശീയ നേതൃത്വമായിരിക്കണം ഈ വെട്ട് നടത്തിയിട്ടുണ്ടാവുക. ഇത് പാലക്കാട്ട് മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇരു ഗ്രൂപ്പുകൾക്കും വലിയ വീഴ്ച സംഭവിച്ചു. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ PK കൃഷ്ണദാസിൻ്റെ വിഭാഗത്തിൽ നിന്നുള്ള KB സുധീറിൻ്റെ പേരോ അല്ലെങ്കിൽ സുരേന്ദ്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രശാന്തിൻ്റെ പേരോ ഒന്നും പരിഗണിക്കാതെ മൂന്നാം ചേരിയിലുള്ള, അല്ലെങ്കിൽ 2 ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കുന്ന പ്രകാശ് ബാബുവിനെ പോലെ ഒരാളെ സംസ്ഥാന ഭാരവാഹിയെ അവിടെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നു. ഇതേ നീക്കം തന്നെയാണ്, അതായത് ഗ്രൂപ്പിനെ വെട്ടാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കമായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിലുണ്ടായിരിക്കുക. ഈ പ്രശാന്ത് ശിവനെ പോലുള്ള ഒരു യുവമുഖത്തെ കൊണ്ടുവരും. പക്ഷേ അത് പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ജില്ലയാവുമ്പോൾ, ബി.ജെ.പിക്ക് ഭരണമുള്ള നഗരസഭയാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കലാപങ്ങൾ പാർട്ടിയെ സ്വാധീനിക്കും. സ്വാഭാവികമായിട്ടും ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കേണ്ടതുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു വിഭാഗം നിൽക്കുക, അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ദേശീയ നേതൃത്വം നേരിട്ട് നടപ്പാക്കുന്ന പരിഷ്കാരമാണ്. അതിനോട് വിമുഖത കാണിക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു കൗൺസിലർമാർ എന്നുള്ള സൂചനകളും ഇതിൽ സന്ദീപ് വാര്യർ വലിയ ഒരു ഇടപെടൽ നടത്തുന്നു, ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കൃഷ്ണദാസിനെ പോലൊരു മുതിർന്ന നേതാവ് വിമത നീക്കം നടത്തുന്നു എന്ന വിവരമാണോ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? സ്മൃതി, ഇത് ഒരു തുടർച്ചയാണ് എന്ന് വേണം പറയാൻ. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ വിഭാഗത്തിനാണ് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത്. കൃഷ്ണകുമാർ വിഭാഗം അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. കൃഷ്ണകുമാർ തന്നെ നേരിട്ട് മത്സരിക്കുകയും ചെയ്തു. അതിൽ വലിയ അതിർത്തി ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേരൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന വിമത വിഭാഗം, അല്ലെങ്കിൽ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം അവിടെ മത്സരത്തിന് വേണ്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം, കൃഷ്ണകുമാർ പാടില്ല, കൃഷ്ണകുമാർ വോട്ട് കിട്ടില്ല, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ച് രാജികൾ ഉണ്ടാകുമെന്നും അവർ സന്ദീപ് വാര്യർക്കൊപ്പം കോൺഗ്രസിലേക്ക് പോകുമെന്നും ഒക്കെ ഉള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പാർട്ടിക്ക് ഈ കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും വീണ്ടും ഇത് പൊട്ടിപ്പുറപ്പെടുന്നു. ഒരുപക്ഷെ കൃഷ്ണകുമാർ വിഭാഗം പോലും പറയാത്ത സ്ഥാനാർത്ഥിയെ അവിടേക്ക് മത്സരിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടിക്കുള്ളിൽ പോകാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കാരണം സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാർ വിഭാഗത്തിന്റെ നേതാക്കന്മാർ പരിഗണിക്കപ്പെടുന്നില്ല.